ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്ലാൻ കിങ്ഡത്തിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 5 പ്ലാൻ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 5 പ്ലാൻ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 പ്ലാൻ ഗ്രൂപ്പ്സാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. അതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ആൽഗയും ബ്രയോഫൈറ്റ്സും. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ആൽഗയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആൽഗയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ആൽഗയുടെ റീപ്രൊഡക്ഷനും ആൽഗയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസും അതുപോലെ ആൽഗയുടെ 3 ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസണുമാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ആൽഗയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആൽഗെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാൻ ഗ്രൂപ്പ്സാണ് ആൽഗെ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഫോംസ് ആണ് ആൽഗയ്ക്ക് ഉണ്ടാവുക. അവരുടെ പ്ലാൻ ബോഡി എന്ന് പറയുമ്പോൾ അത് താലസ് ആയിരിക്കും. അതായത് താലസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ താലോയിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ശരിയായ റൂട്ടോ ശരിയായ സ്റ്റെമ്മോ ശരിയായ ലീഫോ ഒന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് ദേ ഹാവ് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക് ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതുകൊണ്ടാണ് അവരുടെ പ്ലാൻ ബോഡി താലോയിഡ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ് താലസ് ആണ് അല്ലെങ്കിൽ താലോയിഡ് ആണെന്ന് പറയുന്നത്. ഇനി ആൽഗെ എന്ന് പറയുമ്പോൾ ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. സോ ദേ ഹാവ് ക്ലോറോഫിൽ. ഇനി ആൽഗയെ കാണുന്നത് മെയിൻലി ദേ ആർ സീൻ ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഹാബിറ്റാറ്റ്സ്. ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ട്, മറൈൻ വാട്ടർ ഫോംസും ഉണ്ട് ആൽഗയിൽ. ഫ്രഷ് വാട്ടർ, മറൈൻ വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, കടൽ വെള്ളത്തിൽ, കടലിലും അതുപോലെ ശുദ്ധജലത്തിലും ഇതിനെ കാണാൻ പറ്റും, ആൽഗയെ കാണാൻ പറ്റും. മാത്രമല്ല ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ, അതായത് മോയിസ്റ്റ് സ്റ്റോൺസിൽ, ഈർപ്പുള്ള മണ്ണിൽ, മരത്തിൽ ഒക്കെ എന്തുണ്ടാവും, ആൽഗെ ഉണ്ടാവും. അതുപോലെ ചില ആൽഗെ സിംബയോട്ടിക് അസോസിയേഷനായിട്ടും ആൽഗയെ കാണാൻ പറ്റും. അതായത് ചില ആൽഗെ എന്ത് ചെയ്യുന്നു, ദേ ആർ സീൻ അസോസിയേറ്റഡ് വിത്ത് ഫഞ്ചൈ, ലൈക്കൻസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതുപോലെ ആനിമൽസിൻ്റെ ബോഡിയിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് കാണാൻ പറ്റും, ആൽഗയെ കാണാൻ പറ്റും. സ്ലോത്ത് ബിയറിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ആൽഗയെ കാണാൻ പറ്റും. ഇവിടെ ഡയഗ്രാം കാണിക്കുന്നുണ്ട്, ഫോട്ടോ കാണിക്കുന്നുണ്ട്. സ്ലോത്ത് ബിയറിൽ ഫറൊക്കെ ഗ്രീൻ ആയിട്ടുള്ള എന്തുകൊണ്ടാണ്, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൽഗെ. ഇനി ആൽഗയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആൽഗെ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോംസ് കാണാൻ പറ്റും ആൽഗയിൽ. അതുപോലെ കൊളോണിയൽ ഫോംസ് ഉണ്ട്, അതുപോലെ ഫിലമെൻറ്റസ് ഫോംസ് ഉണ്ട്. അതുപോലെ ഏകദേശം 100 മീറ്റർ ഹൈറ്റിൽ വരെ വളരുന്ന കെൽപ്സ് പോലെയുള്ള ആൽഗയും ഈ ഗ്രൂപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോംസിന് എക്സാമ്പിളാണ് ക്ലാമിഡോമോണസ്. യൂണിസെല്ലുലാർ ആൽഗയാണെന്ത്, ക്ലാമിഡോമോണസ്. കൊളോണിയൽ ഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ആൽഗെ ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു കോളനി ആയിട്ട് കാണുന്നതാണെന്ത്, കൊളോണിയൽ ഫോംസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് വോൾവോക്സ്. അപ്പോൾ ഈ കൊളോണിയൽ ഫോംസിൻ്റെ പുറമേ ആയിട്ട് അവരൊരു കോളനിയെ നിർത്താൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, അതിൻ്റെ പുറമേ ഒരു ജെലാറ്റിനസ് ഷീത്തൊക്കെ കാണാൻ പറ്റും. ഇനി ഫിലമെൻറ്റസ് ഫോംസിന് എക്സാമ്പിൾസ് ആണ്. ഫിലമെൻറ്റസ് ഫോംസ് എന്ന് പറയുമ്പോൾ ഫിലമെൻറ്റ് പോലെ കാണുന്നത് യൂലോത്രിക്സ്, സ്പൈറോഗൈറ, ഇതൊക്കെ എന്താണ്, ദേ ആർ എക്സാമ്പിൾസ് ഫോർ ഫിലമെൻറ്റസ് ഫോംസ്. ഇനി ആൽഗയുടെ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ആൽഗയിൽ 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷനിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആൽഗയുടെ ബോഡിയുടെ ഒരു ഫ്രാഗ്മെൻറ്റ് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് അത് പുതിയ ജീവിയായിട്ട് ഡെവലപ്പ് ചെയ്യാണ് ഫ്രാഗ്മെൻറ്റേഷനിൽ നടക്കുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആൽഗയിലുള്ള അസെക്ഷൽ സ്പോറാണെന്ത്, സൂസ്പോർ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു അസെക്ഷൽ സ്പോറാണ് സൂസ്പോസ്. ഈ സൂസ്പോസ് മോട്ടയിലാണ്, അതായത് ദേ ആർ ഏബിൾ ടു മൂവ് ബിക്കോസ് ദേ ഹാവ് ഫ്ലജല്ല. അവരിൽ എന്തുണ്ട്, ഫ്ലജല്ല ഉണ്ട്. സോ ദേ ആർ മോട്ടൈൽ.
ഈ സൂസ്പോസ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ പുതിയ ആൽഗെ ഫോം ചെയ്യും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ഗ്യാമീറ്റ്സ് ഫോം ചെയ്യും, അതുപോലെ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനും ഉണ്ടാവും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഗ്യാമീറ്റ്സിൻ്റെ എങ്ങനെയാണ് എന്നതിൻ്റെ ബേസിൽ, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് എങ്ങനെയാണ് എന്നതിൻ്റെ ബേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷനെ 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഐസോഗ്യാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഊഗ്യാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ ഐസോഗ്യാമസ് അല്ലെങ്കിൽ ഐസോഗമി എന്ന് പറയുമ്പോൾ അതിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് എന്താവും? ദേ ആർ സിമിലർ ഇൻ സൈസ്, ഒരേപോലെയുള്ള ഗ്യാമീറ്റ്സ് ആവും. അപ്പോൾ ഐസോഗമി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് സിമിലർ ഇൻ സൈസ്. ആ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് ഇറ്റ് മേ ബി ഫ്ലജല്ലേറ്റഡ് ഓർ നോൺ ഫ്ലജല്ലേറ്റഡ്. ഫ്ലജല്ലേറ്റഡ് ആവാം അല്ലെങ്കിൽ നോൺ ഫ്ലജല്ലേറ്റഡ് ആവാം. ഇപ്പോൾ യൂലോത്രിക്സിലാണെങ്കിൽ അവിടെ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് എന്താണ്? ഫ്ലജല്ലേറ്റഡ് ആണ്. ബട്ട് സ്പൈറോഗൈറയിൽ എന്താണ്? ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് നോൺ ഫ്ലജല്ലേറ്റഡ് ആണ്. അപ്പോൾ അതാണ് ഐസോഗമി അല്ലെങ്കിൽ ഐസോഗ്യാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് അവിടെ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് എന്താവും? ഒരുപോലെയാവും. നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല മെയിൽ ഗ്യാമീറ്റ് എന്നതാണ് ഫീമെയിൽ ഗ്യാമീറ്റ് ഇന്നതാണ് എന്നുള്ളത് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. ഇനി അനൈസോഗമി എന്ന് പറയുമ്പോൾ അവിടെ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് എന്താവും? ദേ ആർ ഡിസ്സിമിലർ ഇൻ സൈസ്. മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആവും, സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനാണെന്ത്? അനൈസോഗമി. റീപ്രൊഡക്ഷനാണെന്ത്? അനൈസോഗ്യാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന് എക്സാമ്പിളാണ് ചില യുഡോറിനയിലെ ചില സ്പീഷീസിലൊക്കെ അനൈസോഗമിയാണ് കാണുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊഗമിയാണ്. അപ്പോൾ ഊഗമി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമീറ്റ് ആൻഡ് സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമീറ്റ്. അപ്പോൾ ഇവിടെ ഫ്യൂസ് ചെയ്യുന്ന 2 ഗ്യാമീറ്റ്സും എന്താണ്? ദേ ആർ മോർഫോളജിക്കലി ഡിഫറെൻറ്റ് അല്ലേ? മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല ഒരു ഗ്യാമീറ്റ് എന്ന് പറയുന്നത് വലുതാണ് ആൻഡ് ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു മൂവ്. അനദർ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോൾ, ചെറുതാണ് ആൻഡ് ഇറ്റ് ഈസ് മോട്ടൈൽ, ഇറ്റ് ഈസ് ഏബിൾ ടു മൂവ് ബിക്കോസ് ഇറ്റ് ഹാസ് ഫ്ലജല്ല. അങ്ങനെയുള്ള 2 ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനാണെന്ന് പറയുന്നത് ഊഗമി അല്ലെങ്കിൽ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ഊഗമി ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് large non-motile female gamete and small motile male gamete. എക്സാമ്പിൾസ് ആണ് വോൾവോക്സ്, ഫ്യൂക്കസ്. ഇതിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ത്? ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊഗമി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആൽഗയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഓഫ് ആൽഗ. അപ്പോൾ ആൽഗയുടെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എർത്തിലെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പകുതിയും ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ആൽഗയാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ പഠിച്ചതാണ് ഫോട്ടോസിന്തസിസിൻ്റെ ഇക്വേഷൻ അല്ലേ? 6CO2 + 12H2O gives C6H12O6. അതായത് 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ഫോം ചെയ്യുന്നത്. അങ്ങനെ എർത്തിലെ പകുതി കാർബൺ ഡൈ ഓക്സൈഡിനെയും ഫോട്ടോസിന്തസിസ് വഴി ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ആൽഗയാണ്. മാത്രമല്ല ആൽഗ എന്ന് പറയുന്നത് എന്താണ്? അക്വാട്ടിക് ആനിമൽസിൽ അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് എടുത്താൽ അതിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണെന്ത്? ആൽഗ എന്ന് പറയുന്നത്. They are the primary producers and the basis of the food cycles of all aquatic animals. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണെന്ത്? ആൽഗ എന്ന് പറയുന്നത്. ഇനി ചില ആൽഗ എന്താണ്? ദേ ആർ എഡിബിൾ, ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഏകദേശം 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗ ആർ എഡിബിൾ. മറൈൻ ആൽഗയിലെ 70 സ്പീഷീസ് എന്താണ്? എഡിബിൾ ആയിട്ടുള്ളതാണ്. അതായത് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ്. എക്സാമ്പിൾസ് ആണ് പോഫൈറ, ലാമിനാരിയ, സർഗാസം. ഇതൊക്കെ എന്തായിട്ട് ഉപയോഗിക്കും? ഫുഡായിട്ട് ഉപയോഗിക്കും. ഇനി ആൽഗയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ത്? അഗാർ.
അഗാർ അഗാർ എന്ന് പറയും. അപ്പോൾ ഈ അഗാർ അഗാർ എടുക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം ആൽഗെ, ഗലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ഗലീഡിയം അതുപോലെ ഗ്രാസിലേറിയ എന്ന് പറയുന്ന ആൽഗയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണെന്ത് അഗാർ അഗാർ എന്ന് പറയുന്നത്. ഈ അഗാർ അഗാർ ഉപയോഗിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ അഗാർ അഗാർ ഉപയോഗിക്കും. അഗാർ അഗാർ ടിഷ്യൂ കൾച്ചറിലൊക്കെ ഒരു മീഡിയമായിട്ട്, ടിഷ്യൂ കൾച്ചർ നമ്മൾ ചെയ്യുന്നത് ഒരു ന്യൂട്രിയൻ മീഡിയത്തിലാണല്ലോ അല്ലേ. അപ്പോൾ ആ ന്യൂട്രിയൻ മീഡിയത്തിലെ ഒരു എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണെന്ത് അഗാർ അഗാർ എന്ന് പറയുന്നത്. അതുപോലെ ബാക്ടീരിയൽ ഗ്രോത്തിന്, ബാക്ടീരിയയെ നമ്മൾ അല്ലെങ്കിൽ മൈക്രോബ്സിനെയൊക്കെ ഗ്രോ ചെയ്യിക്കുമ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണെന്ത് അഗാർ അഗാർ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ അഗാർ അഗാർ ഐസ്ക്രീംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ജെല്ലീസ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ അഗാർ അഗാർ യൂസ് ചെയ്യാറുണ്ട്. ഇനി ചില ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ആൽഗെ ദേ പ്രൊഡ്യൂസ് ഹൈഡ്രോകൊളോയിഡ്സ്. ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ്, വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സബ്സ്റ്റൻസസ് ആണെന്ത് ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോകൊളോയിഡ്സിന് എക്സാമ്പിൾസ് ആണ് ആൽഗിനും കെരാജീനും. അപ്പോൾ ആൽഗിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നും, കെരാജീൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് റെഡ് ആൽഗയിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഹൈഡ്രോകൊളോയിഡ്സ് എന്താണ്, ദേ ആർ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചില ആൽഗെ, പ്രോട്ടീൻ റിച്ച് ആൽഗെ, എക്സാമ്പിൾസ് ആണ് ക്ലോറല്ല, സ്പൈറുലീന, അതൊക്കെ. ദേ ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ബൈ സ്പേസ് ട്രാവലേഴ്സ്. സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന സാധനമാണെന്ത് ഈ ക്ലോറല്ലയും സ്പൈറുലീനയും ഒക്കെ. ദേ ആർ നോൺ ആസ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്. നമുക്ക് പറയുന്ന മറ്റൊരു പേരാണെന്ത് സിംഗിൾ സെൽ പ്രോട്ടീൻസ്. അത് പ്രോട്ടീൻ റിച്ച് ഫുഡാണെന്ത് ക്ലോറല്ലയും. അതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ക്ലോറല്ലയിലും സ്പൈറുലീനയിലും ഒക്കെ. സോ ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ആസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഇത്രയും ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ആൽഗയ്ക്കുള്ളത്. ഇത് നമുക്കറിയാം ആൽഗയെ 3 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ. ഇങ്ങനെ 3 ക്ലാസ്സസ് ആണ് ആൽഗയിലുള്ളത്. ഇത് നമുക്ക് നോക്കാനുള്ളത് ഈ 3 ക്ലാസ്സസിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഈ ആൽഗയുടെ 3 ക്ലാസ്സസിനെയും നമ്മൾ ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അതായത് അതിലടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റ്സ്, അതിൽ ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതുപോലെ അതിൻ്റെ സെൽ വോൾ എങ്ങനെയാണ്, അതിൻ്റെ ഹാബിറ്റാറ്റ് അതെവിടെയാണ് കാണുന്നത് എന്നതിൻ്റെയൊക്കെ ബേസിൽ ഈ 3 ആൽഗൽ ക്ലാസ്സസിനെ ഒന്ന് കമ്പയർ ചെയ്യുന്ന ടേബിളാണിത്. അപ്പോൾ 3 ആൽഗൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. അപ്പോൾ ക്ലോറോഫൈസിയെ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഗ്രീൻ ആൽഗെ. ഇതിന് പറയുന്ന കോമൺ നെയിമാണെന്ത് ഗ്രീൻ ആൽഗെ. ഫിയോഫൈസിയെ ഇറ്റ് ഈസ് നോൺ ആസ് ബ്രൗൺ ആൽഗെ. റോഡോഫൈസിയെ ഇറ്റ് ഈസ് നോൺ ആസ് റെഡ് ആൽഗെ. ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ഇനി ഇതിൽ കാണുന്ന പിഗ്മെൻറ്റ്സ്, ക്ലോറോഫൈസിയ ആണെങ്കിൽ അതിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോറോഫിൽ എ ആൻഡ് ബി. മേജർ പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽ എയും ബിയും. ഫിയോഫൈസിയയിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽ എ, സി ആൻഡ് ഫ്യൂക്കോസാന്തിൻ. ഇതിൽ ഫിയോഫൈസിയക്ക് ബ്രൗൺ കളർ കൊടുക്കാൻ കാരണമായിട്ടുള്ള പിഗ്മെൻ്റ് ആണെന്ത് ഫ്യൂക്കോസാന്തിൻ. ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്നത് ഒരു സാന്തോഫിൽ പിഗ്മെൻ്റ് ആണെന്ത് ഫ്യൂക്കോസാന്തിൻ. അപ്പോൾ ഫിയോഫൈസിയയുടെ ആ ബ്രൗൺ കളർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എത്രത്തോളം ഫ്യൂക്കോസാന്തിൻ പ്രസൻ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി റെഡ് ആൽഗയിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ഡി ആൻഡ് ഫൈക്കോ എറിത്രിൻ. ആർ ഫൈക്കോ എറിത്രിൻ എന്നും പറയും. റോഡോഫൈസിയൻ ഫൈക്കോ എറിത്രിൻ. അപ്പോൾ ഈ ഫൈക്കോ എറിത്രിനാണ് റെഡ് ആൽഗയ്ക്ക് റെഡ് കളർ കൊടുക്കാൻ കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ് ഫൈക്കോ എറിത്രിൻ. അപ്പോൾ ഈ 3 ഗ്രൂപ്പ്സിലും ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് എന്താണ് കോമൺ ആണ്. ക്ലോറോഫിൽ എ ആണെന്ത് ഫോട്ടോസിന്തസിസിലെ മേജർ പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 3 ഗ്രൂപ്പിലും ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്?
ഇപ്പോൾ ക്ലോറോഫൈസി ആണെങ്കിൽ അതിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. നമുക്കറിയാം ആൽഗെ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തസിസ് നടന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസ് പിന്നീട് എന്ത് ചെയ്യും, പ്ലാന്റ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. റോഡോഫൈസിയയിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫിയോഫൈസിയയിൽ ലാമിനാരിൻ മാനിറ്റോൾ എന്ന് പറയുന്ന സ്റ്റാർച്ചിൻ്റെ മറ്റൊരു ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലോറോഫൈസിയയിൽ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിൽ ഓരോന്നിലും സെൽ വോൾ, നമുക്കറിയാം പ്ലാന്റിൽ സെൽ വോൾ എന്ന് പറയുമ്പോൾ, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ സെൽ വോൾ സെല്ലുലോസിക് ആണ് അല്ലേ. അപ്പോൾ ഈ 3 ഗ്രൂപ്പിലും സെൽ വോൾ എന്ന് പറയുന്നത് സെല്ലുലോസിക് സെൽ വോളാണ്. പക്ഷേ ഫിയോഫൈസിയിൽ എന്തുണ്ട്, ഈ സെല്ലുലോസിക് സെൽ വോളിന് പുറത്തായിട്ട് ഒരു ജെലാറ്റിനസ് ഷീത്ത് പോലെ ആൽഗിൻ എന്ന് പറയുന്ന ഒരു ഷീത്ത് ഉണ്ടാവും. ആൽഗിൻ കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ടാവും ഈ സെല്ലുലോസിക് സെൽ വോളിൻ്റെ പുറത്ത്. ഏതിൽ? ഫിയോഫൈസിയിൽ. ബാക്കി സെൽ വോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഫിയോഫൈസിയിൽ മാത്രം സെല്ലുലോസിക് സെൽ വോളിൻ്റെ പുറമേ ആയിട്ട് ഒരു ജെലാറ്റിനസ് അല്ലെങ്കിൽ മ്യൂസിലേജ് പോലെയുള്ള ഒരു സബ്സ്റ്റൻസ്, ആൽഗിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് പ്രസൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലജല്ലയുടെ എണ്ണം, ഫ്ലജല്ലയുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലോറോഫൈസിയ എന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന ഫ്ലജല്ല 2 മുതൽ 8 വരെ ഫ്ലജല്ല ക്ലോറോഫൈസിയയിൽ കാണും. അപ്പോൾ അത് ക്ലോറോഫൈസിയ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ജീനസ് ഉണ്ട്, അതിലൊരുപാട് സ്പീഷീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നിനും വരുന്നതാണ്. കോമൺ ആയിട്ട് ക്ലോറോഫൈസിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ചിലതിൽ 2 ഉണ്ടാവാം, ചിലതിൽ 3 ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലതിൽ 8 വരെ ഫ്ലജല്ല പ്രസൻ്റ് ആവാം. ആ ഫ്ലജല്ലയുടെ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലജല്ല എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ സൈസിലുള്ള ഫ്ലജല്ലയായിരിക്കും. മാത്രമല്ല അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ എപ്പിക്കൽ പോർഷനിലാണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക. ഇനി ഫിയോഫൈസിയയിലാവുമ്പോൾ കോമൺലി 2 ഫ്ലജല്ലയാണ് ഉണ്ടാവുക. അത് അണീക്വലായിരിക്കും, ഒന്ന് വലുതായിരിക്കും അല്ലെങ്കിൽ മറ്റത് ചെറുതായിരിക്കും. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ ലാറ്ററൽ സൈഡിലാണ്. റോഡോഫൈസിയയിൽ എന്താണ്, ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്. ഇനി ഹാബിറ്റാറ്റ് എവിടെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഹാബിറ്റാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ, സാൾട്ട് വാട്ടർ ഹാബിറ്റാറ്റിൽ, ബ്രാക്കിഷ് വാട്ടർ ഹാബിറ്റാറ്റിലൊക്കെ എന്തുണ്ടാവും, ക്ലോറോഫൈസി ഉണ്ടാവും. അതുപോലെ ഫിയോഫൈസിയയും അതെ, ഫ്രഷ് വാട്ടറിൽ റെയർ ആയിട്ടാണ് ഫിയോഫൈസിയെ കാണുക. സാൾട്ട് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ സലൈനിറ്റി സാൾട്ട് വാട്ടറിൻ്റെ അത്ര ഉണ്ടാവില്ല കേട്ടോ. എസ്റ്ററീസിലൊക്കെ കാണുന്ന വാട്ടറാണെന്ത്, ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി റോഡോഫൈസി എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി സാൾട്ട് വാട്ടർ ഫോംസ് ആണ് ഉണ്ടാവുക, അതായത് മറൈൻ ഫോംസ് ആണ് ഉണ്ടാവുക. ബ്രാക്കിഷ് വാട്ടർ ഫോംസും കാണും, അതുപോലെ റെയറായിട്ട് ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ടാവും ഇതിൽ റോഡോഫൈസിയിൽ. ഇത്രയാണ് ആ 3 ഗ്രൂപ്പ്സിൻ്റെയും കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗയിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ആ ചാപ്റ്ററിൽ വരുന്ന ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ടോപ്പിക്കാണ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്രയോഫൈറ്റ്സിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ ലൈഫ് പാറ്റേൺ, അതിൻ്റെ റീപ്രൊഡക്ഷൻ, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, അതുപോലെ ബ്രയോഫൈറ്റ്സിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് അതിൽ നോക്കാനുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി ഫോക്കസ് ഏരിയയിൽ പെടുന്ന അടുത്ത ടോപ്പിക്കാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്സ്. അപ്പോൾ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വെള്ളമുള്ള കണ്ടീഷനിലാണ് നമുക്ക് ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റും. അതായത് മോയ്സ്ചറുള്ള ഷെയ്ഡ് ഉള്ള ലൊക്കാലിറ്റീസിൽ, ഹ്യൂമിഡായിട്ടുള്ള ഷെയ്ഡുള്ള ലൊക്കാലിറ്റീസിലാണ് എന്ത് കാണുന്നത്, ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റും. ബ്രയോഫൈറ്റ്സിന് they are commonly known as amphibians of plant kingdom. Bryophytes are known as amphibians of plant kingdom. കാരണം നമുക്കറിയാം ബ്രയോഫൈറ്റ്സ് കാണുന്നത് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലാണെങ്കിലും വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അവരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ടർ എസെൻഷ്യലാണ്. അതുകൊണ്ട് ദേ ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഈവൻ ദോ ദേ ആർ ലിവിങ് on land, they need water for their sexual reproduction. That's why they are known as amphibians of plant kingdom.
ഇനി ആൽഗയുടെ പ്ലാൻ ബോഡി പറഞ്ഞ പോലെ തന്നെ ബ്രയോഫൈറ്റയുടെ പ്ലാൻ ബോഡിയും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇതെന്താണ്? ഇറ്റ് ഈസ് താലോയിഡ്, താലസ് ലൈക്കാണ് എന്ത് ബ്രയോഫൈറ്റയുടെയും പ്ലാൻ ബോഡി എന്ന് പറയുന്നത്. കാരണം ബ്രയോഫൈറ്റയിൽ ട്രൂ റൂട്ടോ ട്രൂ സ്റ്റെമ്മോ ട്രൂ ലീവ്സോ ഇല്ല. ബട്ട് ദേ ഹാവ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബ്രയോഫൈറ്റയിൽ റൂട്ട് പോലെയുള്ള, ലീഫ് പോലെയുള്ള, സ്റ്റെമ്മ് പോലെയുള്ള സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. അതെന്തല്ല, ശരിയായ റൂട്ടോ ശരിയായ സ്റ്റെമ്മോ ശരിയായ ലീഫോ അല്ല. അതുകൊണ്ടാണ് ബ്രയോഫൈറ്റയുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? താലസ് ആണ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ. ആൽഗയെക്കാളും അഡ്വാൻസ്ഡ് ആണെന്ത് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ബ്രയോഫൈറ്റ്സിൽ കാണുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് റൈസോയിഡ്സ്. ഈ റൈസോയിഡ്സ് യൂണിസെല്ലുലാർ ആവാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആവാം. റൈസോയിഡ്സ് യൂണിസെല്ലുലാർ ആവുന്നത് ലിവർ വേർഡ്സിലും മൾട്ടി സെല്ലുലാർ ആവുന്നത് മോസസിലുമാണ്. ബ്രയോഫൈറ്റ്സിൽ വരുന്ന 2 ക്ലാസ്സസ് ആണല്ലോ ലിവർ വേർഡ്സും മോസസും. ഇനി ബ്രയോഫൈറ്റയുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഹാപ്ലോയിഡാണ്. അതിൽ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സെറ്റ് ക്രോമസോം ഉള്ളതാണിത് ഹാപ്ലോയിഡ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ ബ്രയോഫൈറ്റയുടെ മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് ആണ്. അതിന് പറയുന്ന പേരാണ് ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ഗാമീറ്റ് ബിയറിംഗ് പ്ലാന്റ്, ഗാമീറ്റ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്, ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ഈ ഗാമിറ്റോഫൈറ്റിൽ എന്തുണ്ടാവും? ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും. അപ്പോൾ മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗൻസ് ബ്രയോഫൈറ്റിൽ മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസ് ആണ് ബ്രയോഫൈറ്റ്സിലുള്ളത്. അതിൽ മെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേരാണ് ആന്തറീഡിയം. ഈ മെയിൽ സെക്സ് ഓർഗനകത്താണ് മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള ആന്തറോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്തറോസോയിഡ്സ് മോട്ടയിലാണ്. ബിക്കോസ് ദേ ഹാവ് 2 ഫ്ലജല്ല. ബൈഫ്ലജല്ലേറ്റ് ആണെന്ത്? ആന്തറോസോയിഡ്സ്. ഇനി ഫീമെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേരാണ് ആർക്കിഗോണിയം. ആർക്കിഗോണിയത്തിനകത്താണ് ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഗാമിറ്റോഫൈറ്റിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവും, മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും. മെയിൽ സെക്സ് ഓർഗനകത്ത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ സെക്സ് ഓർഗനകത്ത് ഫീമെയിൽ ഗാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ സെക്സ് ഓർഗന് ആന്ത്രീഡിയം എന്നും അതിനകത്തുണ്ടാവുന്ന മെയിൽ ഗാമീറ്റ്സിന് ആന്ത്രോസോയിഡ്സ് എന്നും, ഫീമെയിൽ സെക്സ് ഓർഗന് ആർക്കിഗോണിയം എന്നും അതിനകത്തുണ്ടാകുന്ന ഫീമെയിൽ ഗാമീറ്റിന് എഗ് എന്നും പറയും. ഇനി ഈ ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ചില കേസിൽ ഒരു പ്ലാന്റ് തന്നെ ഉണ്ടാവും. പക്ഷെ മാർക്കാൻഷ്യയൊക്കെ ആണെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് കാണുന്നത്. അതായത് അതിൽ മെയിൽ താലസും ഉണ്ടാവും, ഫീമെയിൽ താലസും ഉണ്ടാവും. മറ്റ് പ്ലാന്റ്സിലാണെങ്കിൽ ബൈസെക്ഷൽ ആവും, രണ്ടും ഒന്ന് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ആന്ത്രോസോയിഡ്സ് എന്താണ്? മോട്ടയിലാണ്, ഫ്ലജല്ലയുണ്ട്, ദേ ആർ ഏബിൾ ടു മൂവ് അല്ലേ. അപ്പോൾ ഈ ആന്ത്രോസോയിഡ്സ് വാട്ടറിലേക്ക് റിലീസ് ചെയ്യും. വാട്ടറിൻ്റെ സഹായത്തോടു കൂടി ദേ റീച്ച് അപ് ടു ആർക്കിഗോണിയത്തിൻ്റെ അവിടെ എത്തുന്നു. ആർക്കിഗോണിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആർക്കിഗോണിയത്തിനകത്ത് വെച്ചിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും ആന്ത്രോസോയിഡ്സ്. അപ്പോൾ ഈ ആന്ത്രോസോയിഡും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. അതായത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഇവിടെയാണ് വാട്ടറിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വാട്ടർ എസെൻഷ്യൽ ആണ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഇറ്റ് ഈസ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സ് മൂവ് ചെയ്യുന്നത് വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? ആന്ത്രോസോയിഡ്സിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗാമെറ്റിക് ട്രാൻസ്ഫർ നടക്കില്ല. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല, സൈഗോട്ട് ഫോം ചെയ്യില്ല. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്ത സൈഗോട്ട്, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സൈഗോട്ട് എന്ത് ചെയ്യുന്നു? അത് ഡെവലപ്പ് ചെയ്തിട്ട്
മൾട്ടി സെല്ലുലാറായിട്ടുള്ള സ്പോറോഫൈറ്റ് ഫോം ചെയ്യും. സൈഗോട്ട് ഡെവലപ്സ് ടു ഫോം സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് മീൻസ് സ്പോർ ബിയറിംഗ് പ്ലാന്റ് അല്ലേ. അപ്പോൾ ഒരു ബ്രിയോഫൈറ്റയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ജനറേഷൻസ് കാണുന്നുണ്ട്. ഒന്ന് ഗെമറ്റോഫൈറ്റിക് ജനറേഷനും മറ്റത് സ്പോറോഫൈറ്റിക് ജനറേഷനും. ഗെമറ്റോഫൈറ്റിൽ ഉണ്ടാകുന്ന ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. ഇനി ബ്രിയോഫൈറ്റയിൽ ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ്. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഫോട്ടോസിന്തസിസ്. സോ സ്പോറോഫൈറ്റ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ഗാമിറ്റോഫൈറ്റ്. Sporophytes always depend on gametophyte and derives nutrients from gametophyte. അപ്പോൾ സ്പോറോഫൈറ്റ്, ബ്രിയോഫൈറ്റയുടെ സ്പോറോഫൈറ്റ് അതിൻ്റെ ഗെമിറ്റോഫൈറ്റിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിന് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നറിഷ്മെൻറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഗെമിറ്റോഫൈറ്റിൽ നിന്നാണ്. ഇനി ഈ സ്പോറോഫൈറ്റിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ചില സെൽസിൽ മിയോസിസ് നടന്നിട്ട് അതിൽ ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹാപ്ലോയിഡ് സ്പോർസ്. സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പോർ ബിയറിംഗ് പ്ലാന്റ്. അപ്പോൾ സ്പോറോഫൈറ്റിലെ ചില സെൽസിൽ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് നടക്കും. സ്പോറോഫൈറ്റ് ഉണ്ടായത് സൈഗോട്ട് എന്നാണ്. അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് ഉണ്ടാകും. അപ്പോൾ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്താവും, ഡിപ്ലോയിഡ് ആവും. അങ്ങനെയുള്ള ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിൻ്റെ ചില സെൽസിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് വീണ്ടും എന്തുണ്ടാവുന്നത്, ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. ഗാമിറ്റോഫൈറ്റ്. ഈ ഗാമിറ്റോഫൈറ്റിൽ വീണ്ടും ഗാമീറ്റ്സ് ഉണ്ടാവും, അത് ഫ്യൂസ് ചെയ്യും, സൈഗോട്ട് ഉണ്ടാവും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്ന് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടാവും. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും. അതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരും. ഏത്, ഗാമിറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും. സോ ബ്രിയോഫൈറ്റയിൽ 2 ജനറേഷൻ, ഗാമിറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും എന്ത് ചെയ്യുന്നു, ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരുന്നു. സോ ബ്രിയോഫൈറ്റ്സ് ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ബ്രിയോഫൈറ്റ്സിൽ എന്തുണ്ട്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നുള്ള ഫിനോമിനൻ കാണുന്നുണ്ട്. അപ്പോൾ ബ്രിയോഫൈറ്റ്സയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഇത്രയാണ്. ഇനി ബ്രിയോഫൈറ്റ്സെ 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ബ്രിയോഫൈറ്റ്സ് ഉണ്ട്. ദേ ആർ നോൺ ആസ് ലിവർവേർഡ്സ് ആൻഡ് മോസസ്. ലിവർവേർഡ്സും മോസസുമാണ് ബ്രിയോഫൈറ്റ്സിൽ വരുന്ന 2 ടൈപ്സ് ഓഫ് ബ്രിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനുള്ളത് ബ്രിയോഫൈറ്റ്സയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ബ്രിയോഫൈറ്റ്സയുടെ മോസസിൻ്റെ ചില സ്പീഷീസ് ഹെർബേഷ്യസ് മാമൽസും ബേർഡ്സും ഒക്കെ എന്തായിട്ട് ഉപയോഗിക്കും, ഫുഡായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഒരു മോസാണ് സ്ഫാഗ്നം എന്ന് പറയുന്നത്. സ്ഫാഗ്നം അതിൻ്റെ ഡ്രൈഡ് ഫോം, സ്ഫാഗ്നത്തിൻ്റെ ഡ്രൈഡ് ഫോമിന് പറയുന്ന പേരാണ് പീറ്റ്. ഈ പീറ്റ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. മാത്രമല്ല ഈ പീറ്റിന് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽസ്. ലിവിങ് മെറ്റീരിയൽസ് നമ്മൾ ഷിപ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലായിട്ട് എന്തുപയോഗിക്കും, ഈ പീറ്റ് ഉപയോഗിക്കും. കാരണം പീറ്റിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ബ്രിയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് സക്സഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുള്ള പ്ലാന്റ് ഗ്രൂപ്പാണെന്ത്, ബ്രിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഹെൽപ്സ് ഫോർ വെതറിങ് ഓഫ് റോക്ക് വെതറിങ്ങിന് സഹായിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണെന്ത്, ബ്രിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബ്രിയോഫൈറ്റ്സ് മോയ്സ്ചറുള്ള റോക്കിലൊക്കെ പറ്റി പിടിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ക്രമേണ ആ റോക്കിനെ മണ്ണാക്കി മാറ്റാൻ സഹായിക്കും. അതാണ് വെതറിങ് ഓഫ് റോക്ക് എന്ന് പറയുന്നത്.
മാത്രമല്ല ഈ ബ്രിയോഫൈറ്റ്സ് നമുക്കറിയാം റിക്സിയ ഒക്കെ പോലെയുള്ള എന്താണ് മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് അല്ലേ ഒരു മാറ്റായിട്ടാണ് റിക്സിയവും മാർക്കാൻഷോ കാണുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബ്രിയോഫൈറ്റ്സ് ഇങ്ങനെ ഡെൻസ് സോയിലിൻ്റെ മുകളിൽ ഡെൻസ് മാറ്റ്സ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ദേ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ബ്രിയോഫൈറ്റ്സ് സഹായിക്കും. അപ്പോൾ ഇത്രയും ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ബ്രിയോഫൈറ്റ്സിക്ക് ഉള്ളത്. അതായത് സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, റോക്കിൻ്റെ വെതറിങ്ങിന് സഹായിക്കുന്നു, അതുപോലെ പീറ്റ് മോസ്, സ്ഫാഗ്നം അല്ലേ, പീറ്റ് മോസ് എന്ന് പറയുന്ന സാധനമാണെന്ത് സ്ഫാഗ്നം. സ്ഫാഗ്നത്തിന് പറയുന്ന മറ്റൊരു പേരാണെന്ത് പീറ്റ് മോസ്. കാരണം ഡ്രൈഡ് സ്ഫാഗ്നമാണെന്ത് പീറ്റ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. അതുപോലെ ലിവിങ് മെറ്റീരിയൽസിൻ്റെ പാക്കിങ്ങിനൊക്കെ എന്ത് ഉപയോഗിക്കും, പീറ്റ് ഉപയോഗിക്കും. മാത്രമല്ല ചില മോസസ് എന്താണ്, ദേ ആർ യൂസ്ഡ് ആസ് ഫുഡ് ബൈ മാമൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ 2 ടോപ്പിക്കുകളാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് നന്നായിട്ട് പഠിക്കാം.